ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മളിൽ ഭൂരിഭാഗം ആളുകളും എപ്പോഴും ആഗ്രഹിക്കുന്ന ഒന്നാണ് സാമ്പത്തിക ഭദ്രത, അല്ലെങ്കിൽ നല്ല രീതിയിൽ പണം സമ്പാദിച്ച് ഒരു റിച്ച് ലൈഫ്, സമ്പന്നമായ ജീവിതം ജീവിക്കുക എന്നത്. എന്നാൽ കഠിനാധ്വാനം ചെയ്ത് പണമുണ്ടാക്കിയാലും അതെങ്ങനെ കൃത്യമായി കൈകാര്യം ചെയ്യണം, എവിടെ നിക്ഷേപിക്കണം എന്നതിനെക്കുറിച്ചൊക്കെ പലർക്കും ഇപ്പോഴും കൃത്യമായ ധാരണയുണ്ടാകാറില്ല. ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് ലോകമെമ്പാടും ദശലക്ഷക്കണക്കിന് ആളുകളുടെ സാമ്പത്തിക കാഴ്ചപ്പാടുകളെ മാറ്റിമറിച്ച ഒരു സൂപ്പർഹിറ്റ് പുസ്തകമാണ് റാമിത് സേത്തി എഴുതിയ ഐ വിൽ ടീച്ച് യു ടു ബി റിച്ച്. വെറും 6 ആഴ്ചത്തെ ഒരു പ്രാക്ടിക്കൽ പ്രോഗ്രാമിലൂടെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകൾ, ക്രെഡിറ്റ് കാർഡുകൾ, നിക്ഷേപങ്ങൾ എന്നിവ എങ്ങനെ സ്മാർട്ടായി ഓട്ടോമേറ്റ് ചെയ്യാം എന്ന് ഈ പുസ്തകം ലളിതമായി പറഞ്ഞുതരുന്നുണ്ട്. കടുപ്പമേറിയ ബഡ്ജറ്റ് നിയമങ്ങൾ ഉണ്ടാക്കി ജീവിതത്തിലെ സന്തോഷങ്ങൾ കളയുന്നതിന് പകരം നമ്മൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾക്ക് വേണ്ടി സന്തോഷത്തോടെ പണം ചിലവഴിക്കാനും അതേസമയം തന്നെ വലിയൊരു സമ്പത്ത് എങ്ങനെ കെട്ടിപ്പടുക്കാമെന്നുമാണ് ഇതിലൂടെ ഗ്രന്ഥകാരൻ പഠിപ്പിക്കുന്നത്. ഒരു തുടക്കക്കാരന് പോലും വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും കഴിയുന്ന പ്രായോഗിക നിർദ്ദേശങ്ങളാണ് ഇതിലുള്ളത്. അപ്പോൾ ഈ പുസ്തകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തത്വങ്ങൾ എന്തൊക്കെയാണെന്നും ഇത് നിങ്ങളുടെ ജീവിതത്തെ എങ്ങനെ മാറ്റുമെന്നും നമുക്ക് വിശദമായി നോക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ചും പുസ്തകങ്ങളെക്കുറിച്ചുമുള്ള ഇത്തരം റിവ്യൂകൾ ഇനിയും കാണാനായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. റാമിത് സേത്തിയുടെ ഐ വിൽ ടീച്ച് യു ടു ബി റിച്ച് എന്ന പുസ്തകം കേവലം ഒരു സാമ്പത്തിക ഉപദേശ പുസ്തകമല്ല. ഇത് നിങ്ങളുടെ പണത്തോടുള്ള മനോഭാവം തന്നെ മാറ്റിയെഴുതുന്ന ഒരു ഗൈഡാണ്. റിച്ച് ലൈഫ് അല്ലെങ്കിൽ സമ്പന്നമായ ജീവിതം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് കോടികളുടെ ബാങ്ക് ബാലൻസും ആഡംബര കാറുകളുമൊക്കെയാവാം. എന്നാൽ റാമിത് സേത്തിയുടെ നിർവചനം വ്യത്യസ്തമാണ്. നിങ്ങൾക്ക് ഏറ്റവും സന്തോഷം തരുന്ന കാര്യങ്ങൾക്കു വേണ്ടി യാതൊരു കുറ്റബോധവുമില്ലാതെ പണം ചിലവഴിക്കുക, അതേസമയം നിങ്ങൾക്ക് താൽപ്പര്യമില്ലാത്ത കാര്യങ്ങളിൽ നിന്ന് പരമാവധി പണം ലാഭിക്കുക എന്നതാണ് അദ്ദേഹത്തിന്റെ റിച്ച് ലൈഫ് തിയറി. ഈ പുസ്തകം പ്രധാനമായും 6 ആഴ്ചത്തെ ഒരു ആക്ഷൻ പ്ലാനാണ്. വിരസമായ ബഡ്ജറ്റിംഗ് രീതികൾക്ക് പകരം പണം കൈകാര്യം ചെയ്യുന്നത് എങ്ങനെ എളുപ്പത്തിൽ ഓട്ടോമേറ്റ് ചെയ്യാം എന്നാണ് ഇതിൽ പറയുന്നത്. നമുക്കിതിലെ പ്രധാനപ്പെട്ട 6 ഘട്ടങ്ങൾ വിശദമായി നോക്കാം. ഘട്ടം 1: ക്രെഡിറ്റ് കാർഡുകൾ ശത്രുവല്ല, മിത്രം. പല സാമ്പത്തിക വിദഗ്ധരും പറയുന്നത് ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിക്കരുതെന്നാണ്. എന്നാൽ റാമിത് പറയുന്നത് ക്രെഡിറ്റ് കാർഡുകൾ ശരിയായ രീതിയിൽ ഉപയോഗിച്ചാൽ അത് വലിയൊരു ലാഭമാണെന്നാണ്. ക്രെഡിറ്റ് സ്കോർ: ഭാവിയിൽ വലിയ ലോണുകൾ കുറഞ്ഞ പലിശയ്ക്ക് ലഭിക്കാൻ നല്ലൊരു ക്രെഡിറ്റ് സ്കോർ അത്യാവശ്യമാണ്. അതിനായി ക്രെഡിറ്റ് കാർഡുകൾ കൃത്യമായി ഉപയോഗിക്കാം. ആനുകൂല്യങ്ങൾ, ക്യാഷ്ബാക്കുകൾ, ട്രാവൽ പോയിന്റുകൾ, ഇൻഷുറൻസ് പരിരക്ഷകൾ എന്നിവ സ്മാർട്ടായി ഉപയോഗിക്കുക. കാർഡിന്റെ ബില്ലുകൾ എപ്പോഴും സമയത്തിനു മുൻപ് പൂർണ്ണമായും ഫുൾ പേയ്മെന്റ് അടച്ചു തീർക്കുക. മിനിമം എമൗണ്ട് മാത്രം അടച്ച് ബാക്കി തുകയ്ക്ക് വലിയ പലിശ നൽകുന്ന കെണിയിൽ വീഴരുത്. ഘട്ടം 2: ബാങ്ക് അക്കൗണ്ടുകൾ സ്മാർട്ടാക്കുക. നമ്മുടെ നാട്ടിൽ ഭൂരിഭാഗം പേരും ഒരൊറ്റ ബാങ്ക് അക്കൗണ്ട് മാത്രമാണ് എല്ലാ കാര്യങ്ങൾക്കുമായി ഉപയോഗിക്കുന്നത്. ഇത് വലിയൊരു അബദ്ധമാണ്. നിങ്ങൾ ഉയർന്ന പലിശ നൽകുന്ന ഒരു സേവിംഗ്സ് അക്കൗണ്ട് കണ്ടെത്തുക. നിങ്ങളുടെ പ്രധാന ശമ്പളം വരുന്ന ഒരു ചെക്കിംഗ് കറന്റ് സാലറി അക്കൗണ്ട് ഉണ്ടായിരിക്കണം. അനാവശ്യ ഫീസുകൾ, മെയിന്റനൻസ് ഫീസ്, ATM വിത്ഡ്രോവൽ ഫീസ് ഈടാക്കുന്ന ബാങ്കുകളിൽ നിന്ന് പണം പിൻവലിച്ച് ഉപഭോക്തൃ സൗഹൃദമായ ബാങ്കുകളിലേക്ക് മാറുക. ബാങ്കുകൾ നമ്മളിൽ നിന്ന് പണം ഈടാക്കുകയല്ല, നമുക്ക് ലാഭം തരികയാണ് വേണ്ടത്. ഘട്ടം 3: ഇൻവെസ്റ്റിംഗ് അല്ലെങ്കിൽ നിക്ഷേപം തുടങ്ങുക. നിങ്ങൾ പണം ബാങ്കിൽ വെറുതെ ഇട്ടതുകൊണ്ട് മാത്രം ഒരിക്കലും സമ്പന്നനാകില്ല. കാരണം പണപ്പെരുപ്പം, ഇൻഫ്ലേഷൻ നിങ്ങളുടെ പണത്തിന്റെ മൂല്യം കുറച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിലെ സാഹചര്യത്തിൽ ലളിതമായ നിക്ഷേപം തുടങ്ങാൻ ഇൻഡെക്സ് ഫണ്ടുകളോ ഇൻഡെക്സ് ഫണ്ട്സ്, ഡയറക്റ്റ് മ്യൂച്വൽ ഫണ്ടുകളോ തിരഞ്ഞെടുക്കാം. വിപണിയിലെ ഉയർച്ചത്താഴ്ചകൾ നോക്കാതെ എല്ലാ മാസവും കൃത്യമായി ഒരു തുക നിക്ഷേപിക്കുന്ന സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ SIP വഴി ദീർഘകാലയളവിൽ വലിയൊരു തുക സമ്പാദിക്കാം. വിപണിയെ പ്രവചിക്കാൻ നിൽക്കാതെ എത്രയും നേരത്തെ നിക്ഷേപം തുടങ്ങുന്നുവോ അത്രയും കൂടുതൽ കമ്പൗണ്ട് ഇൻട്രസ്റ്റ് കൂട്ടുപലിശയുടെ ശക്തി നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താം. ഘട്ടം 4: കോൺഷ്യസ് സ്പെൻഡിംഗ് പ്ലാൻ, ബോധപൂർവമായ ചിലവഴിക്കൽ. ഈ പുസ്തകത്തിലെ ഏറ്റവും മികച്ച ഭാഗമാണിത്. റാമിത് സേത്തി ബഡ്ജറ്റിംഗ് എന്ന വാക്കിനു പകരമായി കോൺഷ്യസ് സ്പെൻഡിംഗ് പ്ലാൻ എന്നാണ് ഉപയോഗിക്കുന്നത്. ഇതിനായി അദ്ദേഹം ഒരു 4 ലെയർ ഫോർമുല നിർദ്ദേശിക്കുന്നു. 1. ഫിക്സ്ഡ് കോസ്റ്റ്സ് 60%. നിങ്ങളുടെ വാടക, EMI, ഗ്രോസറി, ഇൻഷുറൻസ് തുടങ്ങിയ അത്യാവശ്യ ചിലവുകൾ ഇതിൽ വരണം. 2. ഇൻവെസ്റ്റ്മെന്റ്സ് 10%. നിങ്ങളുടെ ഭാവിക്കായുള്ള മ്യൂച്വൽ ഫണ്ടുകൾ, PPF തുടങ്ങിയ നിക്ഷേപങ്ങൾ. 3. സേവിംഗ്സ് ഗോൾസ് 10%. വരാൻ പോകുന്ന യാത്രകൾ, വണ്ടി വാങ്ങൽ അല്ലെങ്കിൽ ഒരു എമർജൻസി ഫണ്ട് എന്നിവയ്ക്കായുള്ള സമ്പാദ്യം. 4. ഗിൽറ്റ് ഫ്രീ സ്പെൻഡിംഗ് മണി 20 മുതൽ 35% വരെ. ഇതാണ് മാജിക്. ഈ പണം ഉപയോഗിച്ച് നിങ്ങൾക്കിഷ്ടമുള്ള വസ്ത്രങ്ങൾ വാങ്ങാം, സിനിമയ്ക്ക് പോകാം, നല്ല ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കാം. യാതൊരു കുറ്റബോധവും തോന്നേണ്ടതില്ല, കാരണം ബാക്കി എല്ലാ കാര്യങ്ങളും നിങ്ങൾ കൃത്യമായി മാറ്റിവെച്ചിട്ടുണ്ട്. ഘട്ടം 5: സിസ്റ്റം ഓട്ടോമേറ്റ് ചെയ്യുക.
എല്ലാ മാസവും ബില്ലുകൾ അടയ്ക്കാനും നിക്ഷേപങ്ങൾ നടത്താനും നമ്മൾ സമയം കളയേണ്ടതില്ല. നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങളെല്ലാം ഓട്ടോമേറ്റ് ചെയ്യുക. ശമ്പളം അക്കൗണ്ടിൽ വന്നാലുടൻ തന്നെ നിക്ഷേപങ്ങളിലേക്കുള്ള തുക SIP ഓട്ടോമാറ്റിക്കായി കട്ടാകാൻ സെറ്റ് ചെയ്യുക. കറന്റ് ബിൽ, വൈഫൈ ബിൽ, ക്രെഡിറ്റ് കാർഡ് ബില്ലുകൾ എന്നിവ ഓട്ടോ പേയ്മെന്റ് മോഡിലാക്കുക. ഇതിലൂടെ മാസാമാസം പണം കൈകാര്യം ചെയ്യാനുള്ള മാനസിക സമ്മർദ്ദം കുറയുകയും പണം തനിയെ വളരുകയും ചെയ്യും. പുസ്തകത്തിന്റെ പോസിറ്റീവുകൾ. വളരെ ലളിതവും രസകരവുമായ ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത്. പ്രായോഗികമായി ഇന്ന് തന്നെ ചെയ്തു തുടങ്ങാൻ പറ്റുന്ന ആക്ഷൻ പ്ലാനുകൾ നൽകുന്നു. പണം ചിലവഴിക്കുന്നതിൽ അനാവശ്യമായ കടുംപിടുത്തങ്ങൾ പറയുന്നില്ല. ചുരുക്കത്തിൽ പണം എങ്ങനെ സമ്പാദിക്കണം, അതെങ്ങനെ ആസ്വദിച്ചു തന്നെ വളർത്തണം എന്ന് പഠിപ്പിക്കുന്ന ഒരു മികച്ച പുസ്തകമാണ് ഐ വിൽ ടീച്ച് യു ടു ബി റിച്ച്. പേരുപോലെ തന്നെ നിങ്ങളെ സമ്പന്നനാക്കാൻ സഹായിക്കുന്ന പ്രാക്ടിക്കൽ ഗൈഡാണിത്. നിങ്ങൾ സാമ്പത്തിക അച്ചടക്കം വളർത്തിയെടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു തുടക്കക്കാരനാണെങ്കിൽ തീർച്ചയായും വായിച്ചിരിക്കേണ്ട ഒന്നാണിത്. അടുത്ത വീഡിയോയിൽ മറ്റൊരു മികച്ച പുസ്തകത്തിന്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. താങ്ക് യു.